ഇരിക്കുക എന്ന് പറഞ്ഞ് ശ്യാമ അർജുനെ കൊണ്ടുപോയി ഇരുത്തുകയാണ്. അന്നേരം അർജുൻ ചോദിക്കുകയാണ്, നിന്റെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു ഏട്ടാ. അന്നേരം ശാരദ അർജുൻ ഭക്ഷണം വിളമ്പാനായി ഇലയിടുകയാണ്. അന്നേരം ശാലിനി പറയുകയാണ്, അമ്മ പൊയ്ക്കോ, ഞാൻ നോക്കിക്കോളാം. അതിനുശേഷം ശാരികയെയും ശാലിനി പറഞ്ഞു വിടുകയാണ്, ചേച്ചി പൊയ്ക്കോ, ഏട്ടന് ഞാൻ വിളമ്പിക്കൊടുത്തോളാം. അന്നേരം ശ്യാമ ചോദിക്കുകയാണ്, ഏട്ടൻ എന്താ ഏട്ടത്തിയമ്മയെ കൂടി കൊണ്ടുവരാഞ്ഞത്? അന്നേരം അർജുന്റെ മുഖം മങ്ങുകയാണ്. അർജുന്റെ ഭാര്യ വിഷ്ണുവിന്റെ സഹോദരിയാണ്. അന്നേരം വിഷ്ണുവിന്റെ വീട്ടിലുണ്ടായ കാര്യങ്ങൾ ആലോചിക്കുകയാണ് അർജുൻ. അതിനുശേഷം ശ്യാമയോട് ദേഷ്യപ്പെടുകയാണ് ശാലിനി. എന്താ ശ്യാമ ഇത്, നീ ഒന്ന് പോയേ, ഓരോരോ വിശേഷങ്ങൾ ചോദിക്കാൻ വന്നിരിക്കുന്നു. എന്താ, ഞാൻ ഇത്തിരി നേരം ചേട്ടന്റെ അടുത്ത് നിന്നോട്ടെ ചേച്ചി? കുറെ നാളായില്ലേ ഏട്ടൻ ഇങ്ങോട്ടേക്ക് ഒന്ന് വന്നിട്ട്? ആദ്യം അർജുൻ ചേട്ടൻ ആഹാരം കഴിക്കട്ടെ, പിന്നീടാകാം വിശേഷങ്ങൾ ചോദിക്കലൊക്കെ. പോയെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് ശാലിനി ശ്യാമയെ പറഞ്ഞു വിടുകയാണ്. അതിനുശേഷം അർജുൻ ഭക്ഷണം വിളമ്പുകയാണ് ശാലിനി. ശാരദ അമ്മ ഇതൊക്കെ ശ്രദ്ധിക്കുകയാണ്. ശാലിനി പറയുകയാണ്, കഴിക്ക് വയറു പൊട്ടാതെ ഇവിടെന്ന് വിടില്ല. 3 ചായക്കടക്കാരികളല്ലേ പെങ്ങന്മാര്, ബോണസായിട്ട് ഒരമ്മയും. അല്ല, ഇവിടെ ഏതോ ഗുണ്ടകൾ വന്ന് പ്രശ്നമുണ്ടാക്കിയെന്ന് കേട്ടല്ലോ, അതെന്താ സംഗതി? ശാലിനി പറയാണ്, പ്രശ്നമുണ്ടാക്കി എന്നുള്ളത് സത്യമാണ്. അതൊക്കെ നമുക്ക് ഡീല് ചെയ്യണം. എങ്ങനെ ഡീല് ചെയ്യാമെന്ന? സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാമെന്നോ അതോ നേരിട്ട് ചെന്ന് ഡീല് ചെയ്യാമെന്നോ? ശാലിനി പറയുകയാണ്, അമ്മയുടെ സമ്മതമില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അർജുനേട്ടാ. ഇടയ്ക്കൊക്കെ ആ പാവത്തെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമെന്നേ ഉള്ളൂ. അവര് രണ്ടുപേരെയും പോലെ തന്നെ അമ്മക്കുട്ടിയാണ് ഞാനും. മറ്റുള്ളവരെടുത്ത് ഒന്ന് ബലം പിടിക്കുന്നു എന്നേ ഉള്ളൂ. അതെനിക്കറിയില്ലേ. ഏതായാലും അവരെ അങ്ങനെ വിട്ടാൽ പറ്റില്ല ശാലിനി. ചോദിക്കാനും പറയാനും ആരുമില്ലാന്ന് തോന്നിയാൽ വീണ്ടും വീണ്ടും പ്രശ്നമുണ്ടാക്കും ഇവര്. അതാണ് ഗുണ്ടകളുടെയും കൊട്ടേഷൻകാരുടെയും ഒരു രീതി. നിയമത്തിന്റെ വഴിക്ക് പോകാൻ തന്നെയാണ് അർജുനേട്ട എന്റെയും തീരുമാനം. നമുക്കത് എന്ത് വേണമെന്ന് ആലോചിക്കണം. അന്നേരം ശാരദാമ്മയുടെ കയ്യിൽ നിന്നും ഒരു പാത്രം താഴെ വീഴുകയാണ്. ശാലിനിയും അർജുനും അത് ശ്രദ്ധിക്കുമ്പോൾ പെട്ടെന്ന് ശാരദാമ്മ പറയണം, വട, അത് ഇഡ്ഡലിയുടെ കൂടെ നന്നാകും. അർജുൻ പറയുകയാണ്, ശാരദാമ്മേ മതി, ഇപ്പൊ തന്നെ വയറു നിറഞ്ഞു. ശാലിനി പറയുകയാണ്, എനിക്ക് ഏട്ടനെ കൊണ്ട് ഒരു കാര്യമുണ്ട്, അതിനാണ് ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. പിന്നെ ഒരിടത്തൊന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ ചേട്ടന്? അതിനെന്താ, നീ വാ, നമുക്ക് പോകാം. അന്നേരം ശാരദാമ്മ ചോദിക്കണം, അല്ല നീ എങ്ങോട്ട് പോണു? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. ഏട്ടാ, ഒരു മിനിറ്റ്, ഞാൻ വരുന്നു പറഞ്ഞ് ശാലിനി പോവുകയാണ്. അതിനുശേഷം അർജുനും ശാലിനിയും അവിടെ നിന്നും പോവുകയാണ്. അതിനുശേഷം ശാരദാമ്മ അവിടെ ഇരുന്ന് തലേദിവസം രാത്രി ശാലിനി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. ആലോചിച്ചിരിക്കുന്ന ശാരദയുടെ അടുത്തേക്ക് ശാരിക എന്ന് പറയുകയാണ്, അമ്മേ കായം തീർന്നു, കടലമാവും വാങ്ങിക്കണം. ശാന്തേച്ചിയോട് സൂപ്പർ മാർക്കറ്റിലേക്ക് പോകാൻ പറയട്ടെ. പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇരിക്കുകയാണ് ശാരദാമ്മ. എന്ത് പറ്റി അമ്മയെന്നും പറഞ്ഞ് ശാരിക തട്ടി വിളിക്കുമ്പോൾ, എനിക്കൊന്നുമില്ല, നീ വെള്ളം കോരി കഴിഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുകയാണ് ശാരിക. പൈപ്പിലെ വെള്ളം ഇനി പാതിരാത്രിയല്ലേ വരൂ. അന്നേരം ശാരിക ചോദിക്കുകയാണ്, അല്ലമ്മേ കായവും കടലമാവും? അന്നേരം ദേഷ്യപ്പെട്ട് ശാരദാമ്മ പറയുകയാണ്, നിന്നോട് പോയി വെള്ളം കോരി വെക്കാനല്ലേ പറഞ്ഞത്, പോടെന്ന്. ശാരദാമ്മ വിചാരിക്കുകയാണ്, ഈ ഹോട്ടലും വീടും എന്റെ 3 മക്കളും എല്ലാം കൂടി ആപത്തിലാണ്, ചുറ്റും ഇര തേടുന്ന കഴുകന്മാർ. എല്ലാത്തിനും ഒരു പരിഹാരം കണ്ടെത്താൻ ഈ ശാരദയ്ക്ക് മാത്രമേ പറ്റൂ. അതിനുടൻ ഞാൻ എന്തെങ്കിലും ചെയ്യണം. ഒരിക്കലും അരുത് എന്ന് തീരുമാനിച്ച വഴി സഞ്ചരിക്കണം. അതുമാത്രമാണ് അവസാനത്തെ പോംവഴി. അതിനുശേഷം അവിടെ നിന്നും എഴുന്നേറ്റ് എങ്ങോട്ടോ പോവുകയാണ് ശാരദ. പിന്നീട് വെള്ളം കോരി കഴിഞ്ഞതിന് ശേഷം വന്ന ശാരിക ശാരദയെ നോക്കുമ്പോൾ കാണുന്നില്ല. അമ്മ ഇതെവിടെ പോയി? ശാന്തേച്ചി അമ്മയെ കണ്ടായിരുന്നു ചോദിക്കുമ്പോൾ, ഇല്ല മോളെ, ഇപ്പൊ അവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയുകയാണ് ശാന്ത. അമ്മ എന്ന് വിളിച്ചുകൊണ്ട് അവിടേക്ക് നോക്കുകയാണ് ശാരിക. പിന്നീട് കാണിക്കുന്നത് രാജേശ്വരിയുടെ വീട്ടിൽ ഫോൺ ചെയ്യുന്ന രാജേശ്വരിയുടെ അനിയനെയാണ്. ഫോൺ വെച്ച ശേഷം അനിയൻ പറയുകയാണ്, ചേട്ടാ, സാധാരണ ബ്ലേഡ് സത്യഭാമ ഒരു കാര്യം ഏറ്റെടുത്താൽ അതുടനെ നടത്തുന്നതല്ലേ, ഇതെന്താ ശാരദാമ്മയുടെ ചായക്കട ഒഴിപ്പിക്കാൻ മാത്രം ഇത്ര ലാഗ് എന്ന് ചിന്തിക്കുകയാണ് അനിയൻ. അന്നേരം അവിടേക്ക് ഗേറ്റ് തുറന്നു വരികയാണ് ശാരദാമ്മ. ശാരദാമ്മയെ കണ്ട് രാജേശ്വരിയുടെ അനിയൻ പറയണം, എന്റെ അമ്മോ ശാരദാമ്മ. ചേച്ചി ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് അനിയൻ അകത്തേക്ക് ഓടുകയാണ്. രാജേശ്വരി താഴേക്ക് ഇറങ്ങുമ്പോൾ വിളിക്കുകയാണ്, ചേച്ചി ഇങ്ങോട്ട് വന്നേ, ഞാനൊരു കാര്യം കാണിച്ചു തരാം. എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പറയാമെന്ന് പറഞ്ഞ് രാജേശ്വരിയും കൂട്ടി വെളിയിലേക്ക് വരികയാണ് ബാലചന്ദ്രൻ. അങ്ങോട്ട് നോക്കിക്കുകയെന്നും പറഞ്ഞ് മുറ്റത്തൂടെ നടന്നു വരുന്ന ശാരദാമ്മയെ ചൂണ്ടിക്കാണിക്കുകയാണ് ബാലചന്ദ്രൻ. രാജേശ്വരി പറയുകയാണ്, എന്റെ അമ്മോ ശാരദയോ? അതെ ചേച്ചി, ചേച്ചിയെ കണ്ട് ചേച്ചിയുടെ കാല് പിടിക്കാനായിട്ടാണ് അവര് വന്നിരിക്കുന്നത്. നമ്മൾ അവരുടെ കട ഒഴിപ്പിക്കാൻ പോകുമല്ലേ, ചെയ്യില്ലേ എന്ന് പറഞ്ഞ് കാല് പിടിക്കാൻ. രാജേശ്വരി പറയുകയാണ്, അത് ശരിയാണല്ലോ, എന്നാൽ പിന്നെ വരാൻ പറയടാ. ഇന്ന് അവളെ കൊണ്ട് സാഷ്ടാംഗം നമസ്കരിപ്പിച്ചിട്ടേ ഞാൻ വിടൂ. അതിനുശേഷം പേപ്പർ വായിച്ചുകൊണ്ട് സെറ്റിയിൽ തന്നെ ഇരിക്കുകയാണ് രാജേശ്വരി. ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, അപ്പോ എങ്ങനെയാണ് ചേച്ചിയുടെ പ്ലാൻ? മാപ്പ് ചോദിച്ചാൽ മാപ്പ് കൊടുക്കാമെന്നാണോ? മാപ്പല്ല, കോപ്പ് കൊടുക്കും ഞാൻ, അവളെ ചവിട്ടി പുറത്താക്കും ഞാൻ. ഇപ്പൊ നീ ചെല്ല്, അവൾ എന്താ ചെയ്യുന്നതെന്ന് നോക്ക്. ബെല്ലടിക്കുകയാണെങ്കിൽ ഒന്നും അറിയാത്ത മട്ടിൽ വേണം അങ്ങോട്ട് ചെല്ലാൻ. ഞാൻ ഏറ്റു എന്നും പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ് ബാലചന്ദ്രൻ. ചെരുപ്പൂരിയിട്ട ശേഷം രാജേശ്വരിയുടെ വീടിന്റെ പടി ചവിട്ടാൻ തുടങ്ങുമ്പോൾ ശാലിനി തലേ ദിവസം സത്യം ചെയ്യിപ്പിച്ച കാര്യം ആലോചിക്കുകയാണ് ശാരദ.
അതിനുശേഷം മുന്നോട്ട് വെച്ച കാൽ പുറകോട്ടെടുക്കുകയാണ് ശാരദ. ഇതൊക്കെ അകത്തു നിന്നും ജനലിലൂടെ നോക്കി കാണുകയാണ് ബാലചന്ദ്രൻ. അതിനുശേഷം അവിടെ നിന്നും തിരിഞ്ഞു പോവുകയാണ് ശാരദ. ചേച്ചി ചേച്ചി എന്ന് വിളിക്കുമ്പോൾ രാജേശ്വരി ചോദിക്കുകയാണ്, എന്തിനാ ഇങ്ങനെ കിടന്ന് വെപ്രാളപ്പെടുന്നത്? അവൾ എന്നെ കാണണമെന്ന് പറഞ്ഞെങ്കിൽ പുറത്തെന്റെ ചെരുപ്പ് കിടപ്പുണ്ട്, ആദ്യം അതെടുത്തോണ്ട് വരാൻ പറ അവളോട്. അന്നേരം ബാലചന്ദ്രൻ പറയുകയാണ്, അല്ല ചേച്ചി, അവര് പോയോ? അതേ ചേച്ചി, അവര് പടിക്കെട്ടിനടുത്ത് വരെ വന്നതാണ്, ഇങ്ങോട്ട് കാലെടുത്ത് വയ്ക്കാനും തുടങ്ങിയതാണ്, എന്നിട്ട് പെട്ടെന്ന് അവര് തിരിച്ചുപോയി. ആറ് എന്ന് പറഞ്ഞ് രാജേശ്വരി ജനലിൽ കൂടി ശാരദ പോകുന്നത് നോക്കി നിൽക്കുകയാണ്. രാജേശ്വരി പറയുകയാണ്, സാരമില്ലടാ, അവള് പോകുന്നെങ്കിൽ അങ്ങ് പോട്ടെ. ഏതായാലും അവൾ ഈ പടിക്കൽ വരെ എത്തിയെങ്കിൽ അതിനർത്ഥം അവിടെ ചിലത് പുകഞ്ഞു തുടങ്ങി എന്നുള്ളതാണ്. ഈ കുറച്ചു സമയം കൂടിയേ ബാക്കിയുള്ളൂ ആ പുക തീയായി മാറാൻ. നീ നോക്കിക്കോ, ശാരദ നിന്ന് കത്തും ഉടൻ തന്നെ എന്ന് പറഞ്ഞു ചിരിക്കുകയാണ് രാജേശ്വരി. തന്നെ ഡ്രോപ്പ് ചെയ്ത അർജുനോട് താങ്ക്സ് പറയുകയാണ് ശാലിനി. താങ്ക്സ് എന്ന് പറയുമ്പോൾ അർജുൻ പറയുകയാണ്, നമുക്കിടയിൽ എന്തിനാ ശാലിനി താങ്ക്സ്? എന്നാലും ഒന്നിരുന്നോട്ടെ. കുറുപ്പ് സാറിനെ ഒന്ന് മുഖം കാണിക്കുന്നു. സാറിന്റെ വീട് നമ്മുടെ സ്വന്തം വീടാണ്. ഇല്ല, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ശാലിനി പോക്കോ, കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അതിനുശേഷം കാണിക്കുന്നത് കുറുപ്പ് സാറിന്റെ വീടാണ്. അവിടെ ഉമ്മറത്തിരുന്ന് പത്രം വായിക്കുകയാണ് കുറുപ്പ് സാറ്. ശാലിനി ചെന്ന ശേഷം കുറുപ്പ് സാറെ നമസ്കാരം എന്ന് പറയുകയാണ്. പക്ഷെ കുറുപ്പ് അത് ശ്രദ്ധിക്കുന്നില്ല. അത് ശ്രദ്ധിക്കാതെ അടുക്കളയിൽ നോക്കി കുറുപ്പ് പറയുകയാണ്, ചന്ദ്രമതി, ഒരു ചായ എടുക്കാൻ പറഞ്ഞിട്ട് എത്ര നേരമായി? ഇനി ഒരു ചായക്ക് വേണ്ടി ഞാൻ അടുക്കളയിലേക്ക് വരണമോ? അന്നേരം ചന്ദ്രമതി അവിടേക്ക് ചായയുമായി വരികയാണ്. ആ ശാലിനി മോളോ, വന്നിട്ട് കുറച്ചു നേരമായോ? ഇല്ല, ഞാനിപ്പോ വന്നതേ ഉള്ളൂ. ചൂടുണ്ടെന്ന് പറയുമ്പോൾ കുറുപ്പ് സാർ പറയുകയാണ്, ചൂടോ? ഇത് കുടിച്ചാൽ ചത്തുപോകത്തൊന്നുമില്ലല്ലോ. ഒന്നിനും ഒരു നേരവും കാലവും ഇല്ല. ചെയ്യാമെന്ന് പറയുന്നതൊന്നും കറക്റ്റ് സമയത്ത് ചെയ്യത്തുമില്ല. ബാക്കിയുള്ളവർ ഇങ്ങനെ നോക്കിയിരിക്കണം. ഇതൊക്കെ കേട്ട് പതുക്കെ എന്താണ് ശാലിനി ചന്ദ്രമതിയോട് ചോദിക്കുമ്പോൾ ചന്ദ്രമതി പറയുകയാണ്, ഇന്നലെ വരാമെന്ന് പറഞ്ഞതല്ലേ? നീ വരുമെന്നും പറഞ്ഞ് ഇന്നലെ മുതൽ പടിക്കലേക്ക് കണ്ണയച്ചും നോക്കിയിരിക്കുകയായിരുന്നു. നീ വരാത്തതിന്റെ ചുരുക്കാണ് കാണിക്കുന്നത്. ആ ദേഷ്യത്തിലൊരു പങ്ക് എനിക്കും കിട്ടി. നേരം കുറുപ്പ് സാറ് പറയുകയാണ്, ഇവളോട് ഇതൊക്കെ എന്തിനാ പറയുന്നത്? നമ്മളോട് കൂറുള്ളവർക്കല്ലേ ഇതൊക്കെ മനസ്സിലാകൂ. ഇത് കേട്ട് സങ്കടപ്പെട്ട് ശാലിനി, ശരി ഞാൻ ഇറങ്ങുവാന്നും പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുവാണ്. അന്നേരം ശാലിനി മോളെ എന്ന് വിളിക്കുകയാണ് കുറുപ്പ് സാർ. കുറുപ്പ് സാർ ഒരു തമാശ പറഞ്ഞതല്ലേ? അത് കേട്ട് ചിരിക്കുന്നതിന് പകരം മുഖം വീർപ്പിച്ച് തിരിച്ചു പോകുവാണോ നീ? അതും ഒരു വാക്കും ഒരു വിശേഷവും ഒന്നും പറയാതെ. അത് കേട്ട് ശാലിനി തിരിയുമ്പോൾ കുറുപ്പ് സാർ ചോദിക്കുകയാണ്, എന്തു പറ്റി? കണ്ണൊക്കെ നിറഞ്ഞല്ലോ, എന്തു പറ്റി എന്റെ ശാലിനി മോൾക്ക്? സങ്കടപ്പെട്ടുകൊണ്ട് ശാലിനി പറയുകയാണ്, സന്തോഷമായാലും സങ്കടമായാലും എനിക്ക് പങ്കുവെക്കാൻ നിങ്ങളൊക്കെയല്ലേ ഉള്ളൂ. ആ നിങ്ങളും കൂടി എന്നെ തള്ളി പറയുമ്പോൾ പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നേരം ചന്ദ്രമതി ചോദിക്കുകയാണ്, എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ വീട്ടില്? ശാലിനി പറയുകയാണ്, അവര് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നും. എന്ത് പ്രശ്നമെന്ന് ചോദിക്കുകയാണ് കുറുപ്പ്. അന്നേരം ശാലിനി ഹോട്ടലിൽ ഗുണ്ടകൾ വന്നതും സാധനങ്ങളൊക്കെ വാരിയെറിഞ്ഞതുമായ കാര്യങ്ങളൊക്കെ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഒരു കുന്നിന്റെ മുകളിൽ കയറിയിരിക്കുന്ന ശാരദാമ്മയാണ്. ശാരദാമ്മ വിചാരിക്കുകയാണ്, മുകളിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാം ചെറുതാണ്. പക്ഷെ നീ എനിക്ക് തന്നിട്ടുള്ള ചുമടുകൾ ചെറുതല്ലല്ലോ ഭഗവാനെ. ഗോപാലേട്ടൻ അങ്ങനെ ഇനി വിളിക്കാമോ എന്നെനിക്കറിയില്ല. മറ്റാരുടെയോ സ്വന്തമാണ് അയാൾ. അതിനുശേഷം 25 വർഷങ്ങൾ ചുറ്റും ശത്രുക്കൾ മാത്രമായിരുന്നു. രാപകലില്ലാതെ എല്ലാവരോടും പോരാടി നിൽക്കാൻ ഇതുവരെ ഭഗവാനെ എനിക്ക് നീ ധൈര്യം തന്നു. ഇനി എന്താണെന്ന് എനിക്കറിയില്ല. ഭഗവാനെ, ശ്രീ വിഘ്നേശ്വര, നീ എനിക്കൊരു വഴി കാണിച്ചു തരണേ. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.